പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ, LP, UP, LDC എന്നിവയ്ക്ക് വരുന്ന ചിത്രകാരന്മാരും അവയുടെ ചിത്രങ്ങളുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യോത്തരങ്ങളാണ് നമുക്ക് നോക്കാം. പാബ്ലോ പിക്കാസോ ഏത് രാജ്യക്കാരനാണ്? സ്പെയിൻ. ബ്ലൂ പീരിയഡ്, റോസ് പീരിയഡ് ആരുമായി ബന്ധപ്പെട്ട കാലഘട്ടമാണ്? പിക്കാസോ. പെയിൻറ്റിങ്ങിൽ ക്യൂബിസം എന്ന സമ്പ്രദായത്തിൻ്റെ വക്താവ് ആരാണ്? പിക്കാസോ. ലോകത്തിലാദ്യമായി ക്യൂബിസത്തിൽ വരച്ച ചിത്രം ഏതാണ്? ലെ ഡെമിയോ സെലസ് ഡി എവിഗ്നൻ എന്ന ചിത്രമാണ് ക്യൂബിസത്തിൽ വരച്ച ആദ്യ ചിത്രം. പ്രാവിനെ ലോക സമാധാനത്തിൻ്റെ പ്രതീകമായി അവതരിപ്പിച്ചത് പിക്കാസോ. ഗൂർണിക എന്ന പെയിൻറ്റിംഗ് വരച്ചത് പിക്കാസോ. മോണോലിസ, അവസാനത്തെ അത്താഴം, ജിനർവ ഡിവൻസി എന്നീ ചിത്രങ്ങൾ ആരുടേതാണ്? ലിയനാർഡോ ഡാവിഞ്ചി. ലിയനാർഡോ ഡാവിഞ്ചി ഏത് രാജ്യക്കാരനാണ്? ഇറ്റലി. ഡാവിഞ്ചി കോഡ് എന്ന നോവൽ ആരുടേതാണ്? ഡാൻ ബ്രൗൺ. ഡാവിഞ്ചി എയർപോർട്ട് എവിടെയാണ്? റോമിൽ. വിമാനം എന്ന ആശയം ആദ്യമായി ചിത്രവൽക്കരിച്ചത് ആരാണ്? ഡാവിഞ്ചി. ലാ ജിയോകോണ്ട എന്നറിയപ്പെടുന്ന ചിത്രം ഏത്? മോണോലിസ. മോണോലിസയുടെ ചിത്രമാണ് ലാ ജിയോകോണ്ട എന്ന് പറയുന്നത്. മഹാരാഷ്ട്ര സ്ത്രീ, പാൽക്കാരി എന്നീ ചിത്രങ്ങൾ ആരുടേതാണ്? രാജാ രവിവർമ്മ. രാജാ രവിവർമ്മ എന്ന നോവൽ ആരുടേതാണ്? രഞ്ജിത്ത് ദേശായി. പാശ്ചാത്യ ശില്പകലയുടെ പിതാവ് ആരാണ്? ജിയോട്ടോ. അന്ത്യവിധി, ക്രിയേഷൻ ഓഫ് ദ ആദം എന്നീ പെയിൻറ്റിങ്ങുകൾ ആരുടേതാണ്? മൈക്കലാഞ്ചലോ. മൈക്കലാഞ്ചലോ ഏത് രാജ്യക്കാരനാണ്? ഇറ്റലി. മൈക്കലാഞ്ചലോയെ പ്രധാന കഥാപാത്രമാക്കുന്ന ദ അഗണി ആൻഡ് ദ എക്സ്റ്റസി എന്ന നോവൽ എഴുതിയത് ആരാണ്? എർവിങ് സ്റ്റോൺ. ആ നോവലിൻ്റെ പേര് ദ അഗണി ആൻഡ് ദ എക്സ്റ്റസി. എർവിങ് സ്റ്റോൺ എഴുതിയ നോവലാണ്. മൈക്കലാഞ്ചലോയാണ് അതിനകത്തെ പ്രധാന കഥാപാത്രം. ഡേവിഡ്, പിയാത്ത എന്നീ ശില്പങ്ങൾ ആരുടേതാണ്? പിയാത്ത, ഡേവിഡ് എന്ന ശില്പങ്ങൾ മൈക്കലാഞ്ചലോയുടേതാണ്. അന്ത്യവിധി ഏത് പള്ളിയുടെ ഭിത്തിയിലാണ് വരച്ചത്? മൈക്കലാഞ്ചലോ വരച്ച അന്ത്യവിധി എന്ന് പറഞ്ഞ ചിത്രം ഏതോ ഒരു പള്ളിയുടെ ഭിത്തിയിലാണ് വരച്ചത്. അത് ഏത് പള്ളിയുടെ ഭിത്തിയിലാണ്? സിസ്റ്റീൻ ചർച്ചിൻ്റെ ഭിത്തിയിലാണ് വരച്ചത്. ഉരുളക്കിഴങ്ങ് തീനികൾ, അതായത് പൊട്ടറ്റോ ഈറ്റേഴ്സ്, സൂര്യകാന്തി പൂക്കൾ, ഗോതമ്പ് പാടത്തെ കാക്കകൾ എന്നീ ചിത്രങ്ങൾ ആരുടേതാണ്? വിൻസെൻ്റ് വാൻ ഗോഗ്. വിൻസെൻ്റ് വാൻ ഗോഗ് നെതർലൻഡുകാരനാണ്. ലസ്റ്റ് ഫോർ ലൈഫ് എന്ന ജീവചരിത്ര നോവൽ ആരെക്കുറിച്ചുള്ളതാണ്? ലസ്റ്റ് ഫോർ ലൈഫ് വിൻസെൻ്റ് വാൻ ഗോഗിനെ പറ്റിയുള്ളതാണ്. കന്യകയുടെ കല്യാണം, മഡോണ സീരീസ് എന്നീ ചിത്രങ്ങൾ ആരുടേതാണ്? റാഫേൽ. റാഫേലിൻ്റെയാണ് മഡോണ സീരീസും കന്യകയുടെ കല്യാണവും. റാഫേൽ ഏത് രാജ്യക്കാരനാണ്? ഇറ്റലി. വേർ ആർ വി ഗോയിങ് എന്ന ചിത്രം ആരുടേതാണ്? വേർ ആർ വി ഗോയിങ് എന്ന ചിത്രം പോൾ ഗോഗിൻ്റേതാണ്. വേർ ആർ വി ഗോയിങ് എന്ന ചിത്രം. പോൾ ഗോഗിൻ ഏത് രാജ്യക്കാരനാണ്? ഫ്രാൻസ്. ഉരുകി ഒഴുകുന്ന ക്ലോക്ക്, അതായത് മെൽറ്റിംഗ് ക്ലോക്ക്, ഓർമ്മക്ഷമത, പെർസിസ്റ്റൻസ് ഓഫ് മെമ്മറി എന്നീ ചിത്രങ്ങൾ ആരുടേതാണ്? സൽവദോർ ദാലി. സൽവദോർ ദാലി. സർ റിയലിസ്റ്റ് ചിത്രകലയുടെ വക്താവ്. സർ റിയലിസ്റ്റ് ചിത്രകലയുടെ വക്താവാണ് സൽവദോർ ദാലി. സ്പെയിൻകാരനാണ് സൽവദോർ ദാലി. നിഴലുകളുടെ രാജാവ് എന്നറിയപ്പെടുന്ന ചിത്രകാരൻ റംബ്രാൻഡ്. നെതർലൻഡുകാരനായ റംബ്രാൻഡാണ് നിഴലുകളുടെ രാജാവ് എന്നറിയപ്പെടുന്ന ചിത്രകാരൻ. നൈറ്റ് വാച്ച്, ദ മിൽ എന്നീ ചിത്രങ്ങൾ ആരുടേതാണ്? റംബ്രാൻഡാണ് നൈറ്റ് വാച്ചും ദ മില്ലും എന്ന് പറഞ്ഞ ചിത്രങ്ങൾ. ചുവന്ന ബലൂൺ എന്ന ചിത്രം ആരുടേതാണ്? പോൾ ക്ലീയുടെയാണ് ചുവന്ന ബലൂൺ എന്ന ചിത്രം. ഓക്കെ, താങ്ക് യു. ഓൾ ദ ബെസ്റ്റ്.